സുഭാഷിതം ചാനലിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ പറയുന്ന വിഷയം മുൻപൊരിക്കൽ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഈ ചാനലിലും ചെയ്തു, ഗ്രീൻ ഗ്ലോബലിലും ചെയ്തു. എന്നാലും വീണ്ടും ചെയ്യേണ്ടി വരുന്നത്, കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽ ഒരു പെൺകുട്ടി, ഒരു ചെറുപ്പക്കാരിയായ ഒരു 18-19 വയസ്സായ പെൺകുട്ടി 2 കൈയും 2 കാലും കെട്ടി ബെഡിൽ കിടക്കുകയും പത വായിൽ നിന്ന് വരികയും നുരയും പതയും വരികയും വല്ലാതെ പട്ടി കുരയ്ക്കുന്ന പോലെ കിടന്ന് കുരയ്ക്കുന്നതാണ്. 2 കൈയും കെട്ടിയിട്ടുണ്ട്, സ്ട്രോങ് ആയിട്ട് 2 കാലും കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല പെൺകുട്ടിക്ക്. വളരെ വേദന ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്. വളരെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായി പോകുന്ന വീഡിയോ ആണ്. എത്രയാണ് ഈ പട്ടി കടിക്കുന്നത്? നമുക്ക് ഈ രാജ്യത്ത് എന്താണ് ABC നിയമവും കൊണ്ടുവന്ന്, അനിമൽ ബർത്ത് കൺട്രോൾ എന്നൊക്കെ പറഞ്ഞൊരു നിയമം കൊണ്ടുവന്ന് എന്താണ് ഇവിടെ ചെയ്തു കൂട്ടുന്നത് പട്ടിയുടെ കാര്യത്തിൽ? ബിജു പ്രഭാർ IAS ഒക്കെ തെരുവിലിറങ്ങി സമരം ചെയ്തു, എന്നിട്ടും ഒന്നും നടന്നില്ല. ഇവിടെ വാക്സിൻ ലോബി ഉണ്ട്. ഒന്നിൽ നിങ്ങൾ പിടിച്ചുകൊണ്ട് പോകുമോ? വാക്സിൻ ലോബികൾ തന്നെ ഇത് പിടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ സ്നേഹികൾ, പട്ടി സ്നേഹികൾ പിടിച്ചുകൊണ്ട് പോകുമോ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഇതിനൊക്കെ നമ്പർ ഇടൂ, പഞ്ചായത്തുകാർ പിടിക്കൂ. റോഡിൽ, ഞാനിപ്പോൾ താമസിക്കുന്ന തിരുവനന്തപുരത്ത് നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള പട്ടം എന്ന സ്ഥലത്താണ്. എൻ്റെ വീട് മെയിൻ റോഡിൽ നിന്ന് ഇട റോഡിലാണ്. രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ പോകാനോ അല്ലെങ്കിൽ രാത്രി റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ മറ്റ് പരിപാടികൾ വരുമ്പോൾ സ്കൂട്ടറിലോ ആട്ടോയിലോ ഒക്കെ വരുമ്പോൾ 100 കണക്കിന് പട്ടികളാണ് റോഡിൽ രാജാക്കന്മാരെ പോലെ നിറഞ്ഞ് കിടക്കുന്നത്. അവർക്ക് വാഹനം അടിച്ചതുകൊണ്ടോ ഹോൺ അടിച്ചുകൊണ്ടോ അവർ മാറുകയില്ല. ബൈക്കിൽ വരുന്നവനെ തള്ളിയിട്ടിരിക്കും, വരുന്നവളെയും തള്ളിയിട്ടിരിക്കും. ഇത് വലിയൊരു പ്രതിസന്ധിയാണ് കേരളത്തിൽ, ഇന്ത്യയിലുമാണ്. കേരളത്തിൽ പിന്നെ അത് വളരെ കൂടാൻ കാരണം മാലിന്യം ആളുകൾ വലിച്ചെറിയുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇറച്ചിയുടെ മണം, ബീഫിൻ്റെ മണം, മുട്ടയുടെ മണം, മത്സ്യത്തിൻ്റെ മണം, ഇതൊക്കെ അടിക്കുമ്പോൾ ചിലപ്പോൾ മാംസം കാണൂല, എല്ലേ കാണുള്ളൂ. കാര്യം ഈ ചിക്കൻ്റെയൊക്കെ മാംസം ആളുകൾ എടുത്തിട്ട് എല്ലാവരും കാണുമെങ്കിൽ അതിനു വേണ്ടി കടി കൂടുന്ന, വലിയ ആവേശത്തോട് വന്നെടുക്കുന്ന പ്ലാസ്റ്റിക് കവറൊക്കെ കുത്തി പൊട്ടിച്ച് വളരെ വലിയ തോതിലാണ് മാലിന്യം കേരളത്തിൽ റോഡിൽ കിടക്കുന്നത്. അത് തിന്നാനും ഒക്കെ വന്ന് വലിച്ച് കീറി വലിയ പ്രത്യേകിച്ച് ഇത് ഭക്ഷണം കഴിക്കാനെന്ന് പറഞ്ഞ് ഇതിങ്ങനെ കറങ്ങി നിൽക്കുമ്പോഴായിരിക്കും അതുവഴി ഒരു സ്കൂട്ടർ വരുന്നത്. അപ്പോൾ പട്ടിയുടെ വിചാരം ഇയാൾ ഈ ഭക്ഷണം എടുക്കാനാണ്. യഥാർത്ഥത്തിൽ ഭക്ഷണം എടുക്കാനല്ല നമ്മൾ വരുന്നത്, പട്ടി ധരിക്കുന്നത് എൻ്റെ ഭക്ഷണം എടുക്കാൻ വരികയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കൂ. ഞാനിത് തമാശയ്ക്ക് റീച്ച് കിട്ടാൻ പറയുന്നതല്ല. നിങ്ങൾ ഏതെങ്കിലും പട്ടിക്ക്, വീട്ടിലെ പട്ടിക്കും ആവട്ടെ, കുറച്ച് ഭക്ഷണം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കൂ. അതിന് ഭയങ്കര ദേഷ്യം വരും, നമുക്ക് കടിച്ചു കയറാനുള്ള ദേഷ്യം വരും. ഇതെല്ലാം സംഭവിക്കുകയാണ് ഇവിടെ. തീർച്ചയായിട്ടും ഹൈക്കോടതി പറഞ്ഞു, സുപ്രീം കോടതി പറഞ്ഞു, കോടതികളൊക്കെ പറയുന്നു. സർക്കാരുകൾ എന്താണ് ഇതിനകത്തൊരു നയമുണ്ടാക്കാത്തത്? ആഭ്യന്തരമന്ത്രിയും പിന്നെ നമ്മുടെ ആരോഗ്യമന്ത്രിയും തദ്ദേശഭരണ വകുപ്പ് മന്ത്രിയും ഒക്കെ കൂടി ഒന്നിച്ചാലോചിക്കേണ്ട വിഷയമാണ്. ഇത് പോലീസിനെ ഏൽപ്പിക്കാൻ പറ്റുമോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആരോഗ്യവകുപ്പ് പ്രവർത്തകരെ ഏൽപ്പിക്കാൻ പറ്റും? ആരാണ് ഇതിനകത്ത് നടപടിയെടുക്കേണ്ടത്? വളരെ ഗൗരവതരമായ ഒരു വിഷയമാണിത്. ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്, പരിഹാരമുണ്ടാകേണ്ട വിഷയമാണ്. ദിനം പ്രതി 100 കണക്കിന് പേരാണ് പേ പിടിച്ച് മരിക്കുകയും പിടിച്ച് പട്ടി ഒന്ന് തൊട്ടുപോയാൽ പൊക്കിളിന് ചുറ്റും നിരവധി എണ്ണം, എനിക്ക് കറക്റ്റ് അറിയത്തില്ല, 1-ലധികം ഇതെടുക്കണം. പൊക്കിളിന് ചുറ്റുമാണ് ഓരോരുത്തരുടെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത്. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കൂ. വളരെ വലിയ ഗതികേടാണ് പട്ടിയുടെ ഈ കുറുക്കേ ചാടലും. അതുപോലെ ബൈക്കിൽ പോകുന്നവർ, സ്കൂട്ടറിൽ പോകുന്നവർ, ആട്ടോയിൽ പോകുന്നവർ, ഇവരാണ് വലിയ ഇതിൽ അപകടമുണ്ടാകുന്നത്. കാരണം സ്കൂട്ടറും ബൈക്കിന് സമയം 2 വീലാണ്, ചെറിയ വീലുകളാണ്. അതിന് വലിയ ബാലൻസിങ്ങിലാണ് അത് റോഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഓട്ടോറിക്ഷ 3 വീല് മാത്രം ഉണ്ടാകും. അതേസമയം കാറാണെങ്കിൽ കുറേ കൂടി ഡ്രൈവർക്ക് ബാലൻസ് കിട്ടും. അതേസമയം ഈ മറ്റ് 2 വണ്ടികളും കിട്ടുകയില്ല. ബൈക്കിലും സ്കൂട്ടറിലുമാണെങ്കിൽ തീർച്ചയായും അത് പോയി കാല് കടിച്ച്, അല്ലെങ്കിൽ അത് കടിക്കാൻ തന്നെ വരും. അപ്പോൾ വണ്ടിയുടെ കൺട്രോൾ വിടും. അങ്ങനെ എത്ര പേർക്കാണ് അപകടം പറ്റുന്നത്? എന്തുകൊണ്ടിത് ഗവൺമെൻറ്റും പഞ്ചായത്തുകളും ഈ നാട്ടിലെ നിയമവും നിയമപാലകരും കോടതിയും ഒരു അറുതി വരുത്താൻ ഒരു നിയമം കൊണ്ടുവരുന്നില്ല എന്നുള്ളത് ഗൗരവമായൊരു ചോദ്യമാണ്. ഈ ചോദ്യം ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. നാഗാലാൻഡിലും അതുപോലുള്ള സ്ഥലങ്ങളിൽ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പട്ടി ഇറച്ചിയുണ്ട്. ഇവിടെ വന്നാൽ ആടിനെ കൊല്ലാൻ വേണ്ടി ആടിനെ വളർത്താം. മട്ടൺ സ്റ്റാളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആൺമട്ടനുണ്ട്, പെൺമട്ടനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ ആണാട്, പെണ്ണാടെന്നൊക്കെ പറഞ്ഞ്. അതുപോലെ തന്നെ ബീഫ് ധാരാളമായി, എരുമയും പോത്തിനെയും ചിലയിടങ്ങൾ പശുവിനെയൊക്കെ ബീഫാക്കി ഉപയോഗിക്കുന്നു. കോഴിയിറച്ചിയും ചിക്കനും ഇല്ലാത്ത പരിപാടിയില്ലല്ലോ. ചിക്കനും പൊറോട്ടയാണല്ലോ മലയാളിയുടെയൊക്കെ ഏറ്റവും വലിയ ആയുധം. അപ്പോൾ അതിൽ ഒക്കെ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കൊല്ലാം. താറാവിനെ കൊല്ലാം, പന്നിയെ കൊല്ലാം. പട്ടിയെ കൊന്നാൽ ഏതാണ്ടൊരു പാപമാണെന്നുള്ള നിലയിലുള്ള നിയമം മാറേണ്ടിയിരിക്കുന്നു. ആവശ്യമായ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പോരാട്ടം തുടരും.